കേൾക്കാതെ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം നീ എന്ന ഗാനത്തെ പാടുവാനുള്ളൊരു പാഴ്മുളം തണ്ടല്ലയോ ഞാൻ പാഴ്മുളം തണ്ടല്ലയോ നീ എന്ന നാമത്തെ മർമ്മരം ചെയ്യുന്ന ആരില തുണ്ടല്ലയോ ഞാൻ ആരില തുണ്ടല്ലയോ നിന്റെ കാൽപാദത്തിൽ ഓർമ്മയിൽ മാത്രമാണ് എൻ്റെ ജന്മസഞ്ചാരം എൻ്റെ ജീവാണുവിൽ ഓരോ നിലും സദാ നീ ഒരാൾ ഗുരുവായൂരപ്പ നീ ഒരാൾ ഗുരുവായൂരപ്പ തുളസിക്കതിനുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാറ്റനൂല് കെട്ടി Oh
കണ്ണാ കണ്ണാ എല്ലാവരും ഒന്ന് ഈ ഓച്ചിറ പരബ്രഹ്മമൂർത്തിയിലേക്ക് വാ കേട്ടോ. അവിടെ നിങ്ങോട്ട് കൊണ്ടുവരാം. അത് നമ്മുടെ വിനോദിന്റെ റിക്വസ്റ്റ് ആണ്. ചില കാര്യങ്ങൾ നമുക്ക് ചിലരുടെ നിബന്ധനകൾക്കനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. എനിക്കും അത് ഇലക്ഷൻ കഴിയണ വരെ അതിന്റെ റിസൾട്ട് വരുന്നവരെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് ഉദയചേട്ടൻ സദയം ക്ഷമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അവസരം ഇനിയുമുണ്ടോ മനുജ അശരണ നിനക്കീ
നാമങ്ങളെപ്പോഴും പാടാം തേപ്പുപാറദേശത്തിൻ കുമരൻ ശിരദേവിയെ. ഈ ഒരു പാട്ട് എല്ലാവരും കൂടെ പാടണം. നാമങ്ങൾ പാടി സ്തുതിച്ചിരുന്നേ കുറുമ്പക്കാവിലമ്മ യോഗ്യനല്ല. അമ്മേ ഞാൻ ഇങ്ങു വന്നി തവ വചനം ചെയ്യുവാൻ യോഗ്യനല്ല.
എന്നാലും ഞാനും നിൻ പുത്രനല്ലേ, എന്നപരാധമെല്ലാം ക്ഷമിച്ചിടണേ. എല്ലാവരും കൂടെ പാടണം. എല്ലാവർക്കും സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദേശത്ത് സ്നേഹ സൗഹാർദ്ദ കാരുണ്യത്തിന്റെ ഒരു അനുഗ്രഹം അമ്മ തരണം. അതിനു വേണ്ടിയാണ് പാടുന്നത്. അമ്മ പരമേശ്വരി അഖിലാണ്ടേശ്വരി, അമ്മ പരമേശ്വരി അഖിലാണ്ടേശ്വരി, എല്ലാവരും ഒന്ന് ശരിക്കും കണ്ണടച്ച് എന്റെ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ കണ്ണുനീരോട് കൂടി ചെയ്ത ആ ശ്ലോകം ചെല്ലുകയാണ്. അവിടെ നിന്നാണ് ഇവിടേക്ക് എത്തുന്നത്. എല്ലാവർക്കും ദൂരേന്ന് വന്നവർക്ക് എല്ലാ ബന്ധുജനങ്ങൾക്കും നല്ലത് വരട്ടെ. ഒന്ന് കണ്ണടച്ച് ഗുരുവായൂരപ്പനെ കൂട്ടി വന്ന് നമ്മുടെ ഈ പ്രതിഷ്ഠാ മഹോത്സവത്തിന് എല്ലാവർക്കും നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ സന്തോഷവും ഉണ്ടാവട്ടെ. കണ്ണടക്കണം, ശരിക്കും കണ്ണടച്ച് എല്ലാ സങ്കടങ്ങളും ഇവിടെ കൊണ്ടുവച്ചേക്കണേ. 16-ാം തീയതി ഗുരുവായൂർ പോകുന്നുണ്ട് രാവിലെ. അപ്പൊ കുമരഞ്ചിറയുടെ അമ്മയുടെ മക്കൾക്കും ശാന്തകുമാരനടക്കമുള്ളവർക്കും പിന്നെ എന്റെ ഉദയനടക്കമുള്ള ബന്ധുജനങ്ങൾക്കും ഒക്കെ ഇവിടെ വന്നിരിക്കുന്ന സൗകര്യമാർക്ക് എല്ലാവരും ഇവിടെയുള്ള ആരൊക്കെയാണ് അവർക്കൊക്കെ പൊന്നു ഗുരുവായൂരപ്പൻ അനുഗ്രഹം ഉണ്ടാവട്ടെ. കണ്ണടച്ചോട്ടോ. ഈ ഒരു ശ്ലോകം കഴിയുന്നവരെ എല്ലാ സങ്കടങ്ങളും പ്രാർത്ഥിച്ചു വെക്കണം. ഇതിൽ ഒരു കമ്മിറ്റി അംഗം വന്നൊരു പൂവ് ശാന്തിച്ചേട്ടൻ ഒരു ലേശം പൂവ് സൂക്ഷിച്ചു വെക്കണം. ഒരു അമ്മ കുറച്ച് പൂവ് വാങ്ങണം. എന്നിട്ട് പ്രാർത്ഥിക്കണം ഈ ദേശത്തിന് വേണ്ടി. വാ, 3 പേർക്ക് കൊടുക്ക. വൈസ് പ്രസിഡന്റ് വരും, കണ്ണട. ഒരു അമ്മയ്ക്കും ഒരു കമ്മിറ്റി അംഗങ്ങൾക്കും ശാന്തചേട്ടനും എടുക്കും. ഒരാൾ വന്ന് മേടിച്ചാൽ മതി. എല്ലാവർക്കും ഒരു 3 പേര് മേടിച്ചിട്ട് ഈ ശ്ലോകം കഴിഞ്ഞ് അവിടെ കൊണ്ടുവരണം എല്ലാവർക്കും. ഇവിടെ ഇപ്പോഴല്ല, കണ്ണടച്ച് പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കണം. എന്നിട്ട് വരുമ്പോ അവിടെ ഇട്ടാ മതി വിളക്കത്ത്. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസകായമതി സുന്ദര മന്ദഹാസം വാതാലയേശ മനിഷം ഹൃദി ഭാവയാമി. കണ്ണടച്ച് പ്രാർത്ഥിക്കണം എല്ലാവരും. ആരും ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ജാതി, ഏത് മതം, ഏത് രാഷ്ട്രീയക്കാരൻ, കറുത്തവൻ വെളുത്തവൻ, സമ്പത്തുള്ളവൻ അല്ലാത്തവൻ, അതൊന്നും പ്രശാന്തേട്ടന് വിഷയമല്ല. എല്ലാവരും നന്നായിട്ടിരിക്കണം. അതിനുവേണ്ടി ആ കുമരഞ്ചിറയിൽ വന്നേക്കണം. നിറമോലും വീടി നെറുകയിൽ ചൂടിയ യദുകുലനാഥൻ ഇന്നു വരും. നിറമോലും വീടി
നെറുകയിൽ ചൂടിയ ഗുരുവായൂരപ്പൻ ഇന്നു വരും. കണ്ണീരിലറിയാത്ത ചുടുകണ്ണീരിൽ അലിയാത്ത എന്റെ ദുഃഖം എന്റെ പൊന്നുണ്ണി കണ്ണന്റെ കാൽക്കൽ ഞാൻ എന്റെ പൂർണ്ണത്ര ഈശന്റെ എന്റെ ശ്രീ പത്മനാഭസ്വാമിയുടെ എന്റെ അമ്പലപ്പുഴ കണ്ണന്റെ എന്റെ പൊന്ന് ഗുരുവായൂരപ്പന്റെ കാൽക്കൽ ഞാൻ സമർപ്പിച്ചിടും. കണ്ടില്ലെന്ന് നടിച്ചേക്കാം ഗുരുവായൂരപ്പനെ ഒന്ന് കണ്ടില്ല എന്റെ ഈ നാമങ്ങളൊട്ടും കേട്ടില്ല എന്ന് നടിച്ചേക്കാം. കള്ളനല്ലേ മായ കണ്ണനല്ലേ കണ്ണൻ മായ കാട്ടുന്നതല്ലേ. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്താലും ഭഗവാൻ നമ്മളെ കാണുന്നില്ല എന്നൊരു തോന്നുന്നുണ്ടാവും. ഇല്ല. എന്നിരുന്നാലും ഈ ജന്മമല്ലെങ്കിൽ വരും ജന്മമെങ്കിലും കാണാതിരിക്കില്ല അടിയന്റെ ദുഃഖം. കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എന്നൊന്നു വിളിച്ചാൽ ഒരു നോട്ടമെങ്കിലും നൽകാതിരിക്കില്ല എന്റെ കണ്ണനുണ്ണി. കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് മനമാർന്നു വിളിച്ചാൽ ഒരു നോട്ടമെങ്കിലും നൽകാതിരിക്കില്ല എന്റെ കണ്ണനുണ്ണി. കണ്ണടച്ച് പ്രാർത്ഥിച്ചു. എന്നിരുന്നാലും ഈ ജന്മമല്ലെങ്കിൽ വരും ജന്മമെങ്കിലും കാണാതിരിക്കില്ല അടിയന്റെ ദുഃഖം. കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. മനമാ
കൃഷ്ണ ഹരേ കൃഷ്ണ അമ്പാടി കണ്ണ ആരോ മലേ ആനന്ദ കണ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മനമാർന്നു വിളിച്ച ഒരു നോട്ടമെങ്കിലും എന്റെ പ്രാർത്ഥിച്ചവരൊക്കെ പൂക്കൾ ഇവിടെ അവിടെ നിന്നുകൊണ്ട് ഈ വിളക്കത്തിൽ ഇട്ടോളൂ. ഈ ദേശത്തുള്ള എല്ലാവർക്കും എല്ലാ സങ്കടങ്ങളും മാറി സന്തോഷം ഉണ്ടാവട്ടെ. സർവ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യ സമ്പദ് സമൃദ്ധിയും വന്ന് നിറയട്ടെ. എല്ലാ നന്മകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഭഗവാനെ രക്ഷിക്കണം, എല്ലാവരെയും രക്ഷിക്കണം. എല്ലാ സന്തോഷങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. പണ്ടുപാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലോറുമ്പോ കൊണ്ടുപോകേ പാടി പാടി ചുണ്ടുകൾ പാതിരാപ്പൂം ഉയിരുകൾ പോലെ പാവമിയാൻ അലയുകയല്ലേ. പാടി പാടി കൃഷ്ണനാം പാടി പാടി വളർന്നവളെ പണ്ടുപാടിയ പാട്ടിലൊരെണ്ണം നെഞ്ചിലോറുമ്പോൾ കൊണ്ടുപോകരുതേ എൻ ഹൃദയം കൊണ്ടുപോകെ. ഗുരുവായൂരപ്പ, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സങ്കടങ്ങളും ജാതി മത വർഗലിംഗ രാഷ്ട്രീയ ഭേദമേങ്ങേ തേപ്പുപാറ ശ്രീ കുമരഞ്ചിറ ഭഗവതിയുടെ അമ്മയുടെ തിരുമുറ്റത്തിരിക്കുന്നവർക്കൊന്ന് കൊടുത്തേക്കരുത്. എല്ലാവർക്കും സർവസൗഭാഗ്യത്തിന്റെ തലമുറ കൊടുക്കണേ കൃഷ്ണ. ഗുരുവായൂരപ്പ, എല്ലാവരും കൂടെ പാടണം. ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ
நானாடி காவடியாடி வந்தேன் என் கவலை தீர்த்தருள்வாயே சந்தனே முருகா முத்துக்குமரா சாப்பால் ஸ்ரீ சுப்பிரமணியா பால் மணக்குது பழம் மணக்குது பழனி மலையில பார்வை சுற்றி முருகன் நாமம் எங்கும் ஒலிக்கிறா எங்கும் ஒலிக்கிறா வேல் 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 Hey
महाराज की सूर्यचंद्रന്മാർ സാക്ഷി ഭൂമി ജലാഗ്നിവായു ഗഗന കിരണങ്ങൾ സാക്ഷി താരാമണ്ഡലം സാക്ഷി കുമരഞ്ജനദേവി സാക്ഷി ഭക്തജനം സാക്ഷി ഭജനമണ്ഡലി സാക്ഷി താളമേളങ്ങൾ സാക്ഷി വടക്കോട് കിണ്ടളയപ്പ സ്വാമി സാക്ഷി ശബരിഗിരിവാസൻ സാക്ഷി ഗുരുസ്വാമിമാർ സാക്ഷി അയ്യപ്പാണിയുടെ മാനസത്തിൽ നാമാമൃതമായി തെളിയണമേ അപരാധമെല്ലാം പുറത്ത് ഈ നാമാർച്ചന സ്വീകരിച്ചിടണേ ഈ നാമാർച്ചന സ്വീകരിച്ചിടണേ പഞ്ചഭൂതനാഥനേ പൂർണ്ണചന്ദ്രബിംബമേ സർവരക്ഷാകരം വിഭും ഭാഗവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം സ്വാമിയേ വിഷ്ണു ശംഭോ പ്രിയം സുരം ക്ഷിപ്രപ്രസാദിനിരരം ശാസ്താരം പ്രണമാമ്യഹം സ്വാമിയേ കാരുണ്യാമൃതം സർവവികാരം ശാസ്താരം പ്രണമാമ്യഹം സ്വാമിയേ ശരണമയ്യപ്പ മസ്തശത്രുവിനാശനം മസ്തനിഷ്ടപ്രദാകാരം ശാസ്താരം പ്രണമാമ്യഹം സ്വാമിയേ ശരണമയ്യപ്പ കേരളേ കേളി വിഗ്രഹം ആർദ്രത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം സ്വാമിയേ അച്ഛനൊരു മലയുണ്ട് കൈലാസം അമ്മയ്ക്കൊരു മലയുണ്ട്
ചേട്ടന്മാർക്ക് ഒരു വലിയ കൈയുടെ നമസ്കാരം. ഈ നാമാർക്കിനെ സ്പോൺസർ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും, ശാന്തൻ ചേട്ടന്റെ കുടുംബാംഗങ്ങൾക്ക്, ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾക്ക് ഒരു വലിയ നന്ദിയോടുള്ള നമസ്കാരം. തന്ത്രിമുഖ്യ തുടങ്ങിയവരുടെ എല്ലാ സേവനത്തിലുള്ള എല്ലാവർക്കും നന്ദിയോടെയുള്ള നമസ്കാരം. ഈ ഹരിവരാസനത്തോടെ സമർപ്പിക്കട്ടെ. ഹരിവരാസനം പാടുന്നു. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഹരിവരാസനോടെ പാടും. ഞാൻ പ്രാർത്ഥിച്ചു വയ്ക്കാം. എല്ലാം നല്ലതായിട്ട് വരണം. എല്ലാ തരത്തിലും നല്ലതേ വരുള്ളൂ. നല്ല ഉഗ്രൻ സൗണ്ട് സിസ്റ്റം, സൂപ്പർ സൗണ്ട് സിസ്റ്റം. എന്റെ കൂടെ ഉള്ളവർക്ക് നിങ്ങളൊരു അനുഗ്രഹത്തിന്റെ കൈയടി കൊടുക്കണം. രാവും പകലും എന്റെ കൂടെ എല്ലാവരും ഒരുമിച്ച് ഇതുപോലെ സ്നേഹജനങ്ങൾക്കും ഏതെങ്കിലും കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തുകയോ അത് ആനുകാലികമായ കാര്യങ്ങളായിട്ട് തന്നെ അതിനെ സ്വീകരിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. പേര് പറയണോ? അദ്ദേഹം ഗുരുവായൂരപ്പന്റെ കുട്ടിയാണ്. ഗുരുവായൂരപ്പൻ മമ്മിയൂരാണ് തറവാട്. പേര് സുനിൽ കെ. എന്റെ ഏറ്റവും വർഷങ്ങളായിട്ടുള്ള ഒരു 12-13 വർഷമായി തബല വായിക്കുന്നു. അപ്പൊ അതേ ഇപ്പോൾ ചെറിയൊരു വീടൊക്കെ മോളൊക്കെ വെച്ച് അങ്ങനെ ഒതുങ്ങി ഇത്രയും ഭജനയിൽ നമുക്ക് ഒതുക്കി വെച്ച് നോക്കിയിട്ട് അങ്ങനെ ഒരു സാവകാശം സാവധാനം അങ്ങനെ പതുക്കെ ഇങ്ങനെ പോകുന്ന ഒരു 12 വർഷത്തെ സ്നേഹജനം. ഏതിനും എന്നോടൊപ്പം തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തുറന്നൊരു സഹോദരനെ പോലെ പങ്കുവെച്ച് സഹായങ്ങളും പരസ്പര സഹായങ്ങളും ചെയ്തുകൊണ്ട് ജാതിയോ മതമോ ഒന്നും നോക്കാതെ നമ്മൾ അവിടേക്ക് അദ്ദേഹത്തിന്റെ വീടിന് തറക്കല്ലിട്ടപ്പോഴും എന്റെ വീട്ടിലോരോ കാര്യങ്ങൾക്കും ഒക്കെ പരസ്പരം സ്വന്തം പോലെ. അപ്പൊ ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ ഗുരുവായൂർ മുമ്പിലും ജോലിക്കാരാണ്. അവരൊക്കെ എപ്പോ കണ്ടാലും സ്വന്തം ഒരു സഹോദരൻ വന്ന പോലെ സഹോദരിയാണെങ്കിലും സഹോദരനാണെങ്കിലും കൈ പിടിച്ച് സ്നേഹിക്കുന്ന ഒരു വലിയ മനസ്സിനുടമയുള്ള സുനിലേക്ക് 12 വർഷം പിന്നിട്ടു എന്റെ കൂടെ വന്നിട്ട് വലിയ നമസ്കാരം. ജഗത്തൊരു മാതാമൃതാനന്ദമായി ദേവിയുടെ അടുത്താണ് അദ്ദേഹത്തിനെ കിട്ടിയത്. കോട്ടയത്തെ വചനസമിതികളിലും എന്റെ വചനസമിതികളിലും സപ്താഹങ്ങളിലൊക്കെ വെറും ഒരു ഡെവലപ്പും ഒരു 5ന്റെ ഒരു കുട്ടിക്ക് അവരൊക്കെ ആയിട്ട് വന്ന ആളാണ്. ഇപ്പൊ സ്വന്തമായി ആ ഇൻസ്ട്രുമെന്റിന് തന്നെ 1.5 ലക്ഷം രൂപ വിലയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് 4 പേർക്കുള്ളൂ കേരളത്തിൽ. അദ്ദേഹം തന്നെ എത്രയോ അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ ആനുകാലികമായ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് എന്റെ ഓഡിയോ വീഡിയോ ഇനി എന്റെ വീട്ടിൽ എന്തൊക്കെയുണ്ടോ സകലകലാ വല്ലഭനാണ്. പേര് രതീഷ് കൃഷ്ണ, ചേട്ടന്റെ പേര് രമേശ് കൃഷ്ണ, അച്ഛൻ ഹാർമോണിസ്റ്റാണ് ഉണ്ണി. എല്ലാം ഉണ്ണിയേട്ടനും അമ്മയൊക്കെ ഭജനക്കാരാണ് അമൃതാനന്ദമയുടെ അവിടെ. എത്രയോ കാലത്തെ ഇതിപ്പോ നാളെ കഴിയുമ്പം നാളെ പറയാൻ ഇവർക്കുള്ള നന്ദി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഈ സീസണിലെ പരിപാടി നാളെ അവസാനിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എത്ര നന്ദി പറഞ്ഞാലും ഇവരോടൊക്കെ എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. നന്ദി ഒരു ചെറിയ പാത്രമാണ്. അപ്പൊ രതീഷ് കൃഷ്ണയെ ശരിക്കും ഒരു 14 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ കറക്റ്റായിട്ട് 12 വർഷമായിട്ട് ഇവരോടൊപ്പം ഉണ്ട്. അത് വലിയൊരു പരിപാടി അദ്ദേഹത്തിന് കൊടുക്കാം. എന്റെ ആശ്രമത്തിന് തൊട്ടടുത്ത് വീട് വെച്ച് ഏകദേശം പണി പൂർത്തിയായി കയറാനുള്ള പഴയൊക്കെ അവിടെ കൂടണം എന്നുള്ള ധാരണകളാണ് പരിപാടിക്ക് അനുസരിച്ച് യഥാശക്തി ഭഗവാൻ കൊടുക്കട്ടെ എന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നു. പിറകിലിരിക്കുന്ന ആള് 3ാം തലമുറയാണ്. അച്ഛനായിരുന്നു എന്റെ കൂടെ. അദ്ദേഹം താന്ത്രിക വിജയക്കേട്ട് വിജയേട്ടന് അത് കഴിഞ്ഞ് വിജയേട്ടന്റെ അനിയന്റെ മകനായിരുന്നു സതീഷ്. അത് കഴിഞ്ഞ് പാപ്പനായിരുന്നു സുബ്രഹ്മണ്യേട്ടൻ. 2020 മെയ് 10 മാർച്ച് 10 എന്നെ വിട്ടുപോയി കോവിഡ് കാലത്ത്. ഭഗവാൻ പെട്ടെന്നൊരു ശ്രമം വന്നു, ടാറ്റ പറഞ്ഞു പോയി. എന്നേക്കുമായി ഓർമ്മകളാക്കിക്കൊണ്ട് തന്നെ ഏകദേശം 300 സിസ്റ്റം വേദികളിൽ എന്റെ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നു. വിജയേട്ടന് ഏകദേശം 150-160 ഭജനകൾ സമിതികൾ ഭജനമണ്ഡലികൾ ഉണ്ടായിരുന്നു. പേര് അമിതാണ്. സ്വന്തമായി സ്റ്റുഡിയോ ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെയാണ് സ്റ്റുഡിയോ ഒക്കെ ഈ യങ് സ്റ്റാഫ്. അപ്പൊ ഒരു കോമ്പിനേഷൻ. അദ്ദേഹം ഗുരുസ്ഥാനിൽ അവിടെ പിത്തത്തി. പിന്നെ ഇവിടെ ഇരിക്കുന്ന 18 വർഷമായി എന്റെ സ്റ്റുഡിയോ നോക്കുന്നതാണ്. അദ്ദേഹം ഇത് അമൃത അമിത് എന്നാണ് അമ്മയുടെ പേര് വെച്ചിരിക്കുന്നത്. അമൃത അമിത് എന്ന പേരിട്ട് അമൃതാനന്ദമി പേരിട്ട കുട്ടിയാണ്. അനിയത്തിയുടെ പേര് അമൃതാമൃത. അദ്ദേഹത്തിന് വലിയ കൈവരി കൊടുത്തിട്ടാണ്. ഞങ്ങൾക്ക് ബോംബെയിൽ വന്നിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും വരാറുണ്ട്. പുരുഷോത്തമൻ എന്നാണ് പേര്. ഹാർമോണിസ്റ്റ് ആയിട്ട് 18 വർഷം വാണാവള്ളിയിലായിരുന്നു. കറവാട് അരുപ്പറ്റിയിൽ ഒരു വലിയ നാൽപ്പത്തണ്ണീശ്വരൻ എന്ന ഒരു മുറ്റത്ത് മഹാദേവന്റെ മണ്ഡപത്തിന്റെ അടുത്ത് മക്കളൊക്കെ നല്ല ജോലിയായി. ഒരാള് അതിർത്തി കാൽക്കുന്ന ശ്രീനഗറിലാണ് ജോലി. 3 മക്കൾ ആൺകുട്ടികള്. 18 വർഷമായിട്ട് എന്നോടൊപ്പം ഒരു പരിസ്ഥിതിയാണ് എന്റെ കൂടെ പുരുഷോത്തമൻ അദ്ദേഹം. പിന്നെ പുറകിലിതാ പിന്നെ ഗുരുസ്ഥാനിയനാണ്. എന്റെ കൈതപ്പുറത്തിന്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ക്ലാസ് എടുത്താണ് പയ്യന്നൂര്. കൈതപ്പുറം വിശ്വത്തിന്റെ കൂടെ ജനാർദ്ദന മാഷൊക്കെ ആയിട്ടൊരു 20 വർഷത്തെ സ്നേഹബന്ധമുണ്ടെങ്കിലും ഈ അടുത്ത ഒരു 6-7 വർഷമായിട്ടാണ് എന്റെ കൂടെ സ്ഥിരമായിട്ട് അദ്ദേഹത്തിനും ഒരു വലിയ നമസ്കാരം. പിന്നെ വലതുവശത്ത് തയ്യൂർ മണികണ്ഠൻ തയ്യൂർ സംവിധാനത്തിന്റെ ക്ലാസ്മേറ്റ് ആണ്. അടുത്താണ് വീട്.
എന്റെ കൂടെ ഒരു 12 വർഷമായി ഇപ്പം പല ദിവസങ്ങളിൽ നാമജപം അദ്ദേഹത്തിന് വലിയ കഴിവ് നമസ്കാരം. എന്റെ വീട്ടിൽ തന്നെ കിടന്ന മകനെ പോലെ എന്നോടൊപ്പം തന്നെ എന്റെ ട്രസ്റ്റിന്റെ ട്രഷറാണ് അഭിലാഷ്. ഏതെങ്കിലും സമയത്തൊക്കെ എന്തെല്ലാം തരത്തിലും ഞാനും എന്റെ സഹധർമ്മിയും വേദനിക്കുമ്പോൾ ഒരു കൈ എല്ലാ തരത്തിലും തന്നുകൊണ്ട് സഹായിക്കുന്നുണ്ട്. കാരണം ഇവരൊക്കെ വിവാഹിതരായതുകൊണ്ട് ഇവർ വിവാഹം കഴിക്കാൻ പോകുന്നതായിരുന്നു. അപ്പൊ ഒരു മകനെ പോലെ ഓടി എല്ലാം ചെയ്യാൻ ഇത് ചെയ്യില്ല എന്നല്ല, എല്ലാ തരത്തിലും അന്ന് മുതൽ വീട്ടിൽ കിടന്നും വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കിയും എന്ത് വേണമെങ്കിലും അതുപോലെ തന്നെയാണ് അവരുടെ കുടുംബവും. ചെന്നു കഴിഞ്ഞാൽ ഒരു മൂത്ത സഹോദരനെ പോലെ എനിക്കവിടെ സ്ഥാനം തന്നിട്ടുണ്ട്. രാമേന്ദ്രനും സഹോദരമണി അമ്മയ്ക്ക്, അഭിലാഷിന് അമ്മയ്ക്ക്, അനിയത്തി അർച്ചനയ്ക്ക്, രാജീവിന്, രാജേഷിന്, അതുപോലെ അഭിലാഷിനും ഒരു വലിയ കൈയടി കൊടുക്കാൻ എല്ലാവരും എനിക്ക് തന്ന ഈ സ്നേഹത്തിൽ തിരിച്ച് ഞാൻ കണ്ണുനീരിലൂടെ വെച്ചിട്ടുണ്ട്. എനിക്ക് അത് മാത്രമേ തിരിച്ചു തരാനുള്ളൂ. എല്ലാവർക്കും നല്ലതായി കാണണം. പ്രാർത്ഥിച്ചതും ചെയ്തതും ഒന്നും പ്രഹസനമായി കാണരുത്. ആത്മാർത്ഥമായുള്ള നാമജപമാണ്. എന്നെ പരിപാടിക്കൊന്നും വിളിച്ചില്ലെങ്കിലും ഇതിനെ കളിയാക്കരുത്. കാരണം എന്താ വെച്ചാൽ ഒന്നും നേടിയിട്ടില്ല നാമജപം കൊണ്ട്. എനിക്കോ എന്റെ ഒന്നും ഞാൻ സേവനം, മാനവ സേവ, മാധവ സേവ അതിൽ പോയിക്കൊണ്ടിരിക്കുക. കണ്ണുനീരാണ് ശരിക്കും എടുത്തു നോക്കിയാൽ. പക്ഷെ അതെനിക്ക് വിഷയമല്ല. എന്റെ അമ്മ എന്നെ നോക്കിക്കോളും, എന്റെ ഈശ്വരന്മാർ എന്നെ നോക്കിക്കോളും. മറ്റുള്ളവർക്ക് ഈ കാഴ്ചപ്പാടിലും വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ എന്നെ അനുഗ്രഹിക്കുന്നത് ഞാൻ നേരിട്ടാണ് സംവാദം. അങ്ങനെ കിട്ടിയത് അവർക്ക് എന്റെ അമ്മയും ശാന്തൻ ചേട്ടനെയും വിനോദിനെയും ഒക്കെ തന്നെ സംവദിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് പരസ്പരം കാര്യങ്ങൾ നമുക്ക് ഹരിവരാസനം പാടി സമർപ്പിച്ചിട്ട് നമുക്ക് സമർപ്പിക്കാം. എല്ലാവരും കണ്ണടച്ചോ. ഹരിഹരാത്മ
ദേവവാസരേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതേ മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമദ ചിന്താമണേ മംഗളം പഞ്ചാസ്യധ്വജമംഗളം ത്രിജഗദാ മാധ്യപ്രഭോ മംഗളം പഞ്ചാസ്ത്രോപമ മംഗളം ശ്രുതി ശിരോലങ്കാര സംമംഗളം സർവത്ര ഏകവാക്യതാ ഹരിസ്മരണം ഹരി ഹരി എനിക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സന്തോഷം ഉണ്ടാവട്ടെ, എല്ലാവർക്കും വിടവാങ്ങട്ടെ. സ്വന്തം പ്രശാന്തി മാനസ ബഹുമാന്യരായ ഭക്തജനങ്ങളിൽ തേപ്പപാറ കുമരൻചിറ ദേവീക്ഷേത്രത്തിലെ പുണർന്നം തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി നമ്മുടെ ഭക്തി നിർമ്മലമായ അന്തരീക്ഷത്തിൽ നമ്മളെ ആറാടിച്ച കോഴിക്കോട് ഡോക്ടർ പ്രശാന്ത് വർമ്മ സാറിനും സംഘത്തിനും ക്ഷേത്രത്തിന്റെ പേരിലും ക്ഷേത്ര ഉത്സവ ആഘോഷ കമ്മിറ്റിയുടെ പേരിലും നല്ലവരായ നാട്ടുകാരുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ ശബ്ദവും വെളിച്ചവും നൽകിയ PR ചാങ്കൂർ അവർക്കും ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിലും ഉത്സവ ആഘോഷ കമ്മിറ്റിയുടെ പേരിലും നല്ലവരായ നാട്ടുകാരുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. സന്തോഷമായിട്ടിരിക്കട്ടെ എല്ലാവരും. കെട്ടിനാട് മനുഷ്യനെ അവരെ ജീവിക്കാൻ വേണ്ടാത്തപ്പോൾ നമ്മളും ജീവിക്കാൻ വേണ്ടായി എത്രേ ഉള്ളൂ. സൂം അടിക്കുന്നു.
ും